Hey, good morning to all. Good morning, ma'am. Good morning, ma'am. Good morning, ma'am. Morning. Yeah, Good morning, ma'am. Yes. Yeah, morning. Okay, how are you all? എന്തൊക്കെയുണ്ട് വിശേഷം? Fine, ma'am. എന്താണ് അത് പറയുമ്പോ തന്നെ ഒരു സുഖമില്ലല്ലോ. നോമ്പായതുകൊണ്ടാണോ? ഓക്കെ. നോമ്പില്ലാത്തവര് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചോ? കഴിച്ചോ? എന്താണ് മിണ്ടാത്തെ? എനിക്ക് ടെക്സ്റ്റ് മെസ്സേജിന്റെ ആവശ്യമില്ല. എനിക്ക് പറയണം, കേൾക്കണം. അവർക്കും ക്ഷീണമാണ്. എല്ലാവർക്കും ക്ഷീണം. നോമ്പില്ലാത്തവർക്ക് ക്ഷീണോ? എന്താണ് അങ്ങനെ? എന്താണ് മിണ്ടാത്തെ ചേച്ചി? ചൂട് കൊണ്ടായിരിക്കും മാം. ചൂട് കൊണ്ടായിരിക്കും മാം. എന്തോ ചൂട് കാരണം ക്ഷീണമാണ്. കേട്ടില്ല, ഒന്നും കേട്ടില്ല. എന്താണ് പറയുമ്പോ എല്ലാവരും ഒരുമിച്ച് പറയും, അപ്പൊ എനിക്കൊന്നും മനസ്സിലാകില്ല. Hi, ma'am. Good morning. How are you? Yeah, morning, Rasiya. ഓക്കെ. പിന്നെന്താ? ഒന്നുമില്ലല്ലോ. നിങ്ങൾ പറയാനുണ്ടോ? ആണോ? Throat infection. ആണോ? ഓക്കെ ഓക്കെ. അപ്പൊ റെസ്റ്റ് എടുക്കൂ. ത്രോട്ട് ആയതുകൊണ്ട് ഓക്കെ. പിന്നൊന്നുമില്ലല്ലോ. ഇതിലുണ്ടോ പറയാൻ? ക്ലാസ്സിലേക്ക് പോട്ടെ? Yes, ma'am. ക്ലാസ്സിലേക്ക് പോകാം. പോവാം. അപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ എന്താ എടുത്തേ? പറയൂ. സിമ്പിൾ പ്രസന്റ് ടെൻസ്. ഓക്കെ, സിമ്പിൾ പ്രസന്റ് ടെൻസ്. എല്ലാവർക്കും ക്ലിയർ ആയോ? മനസ്സിലായോ? യെസ്. മനസ്സിലായവരെന്ന് പറയൂ. പറയൂ. അതൊക്കെ മനസ്സിലായി? യെസ് മാം. ക്ലിയർ. അപ്പോ മനസ്സിലായത് എന്താണെന്ന് വെച്ചാൽ ഒന്ന് പറയാവോ? ജസ്റ്റ് ഒന്ന് ക്ലാസ് എടുക്കുന്ന പോലെയോ നിങ്ങൾക്ക് മനസ്സിലായത് എന്താണോ അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യും. ഓക്കെ, ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന് തോന്നുന്നു. എക്സ്പ്ലെയിൻ ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നോ? മാം, ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ എക്സ്പ്ലെയിൻ ചെയ്തു. സോ ഇന്ന് എനിക്ക് അതുകൊണ്ട് റെസ്റ്റ് തരുമോ പ്ലീസ്? എന്തോ മാം, കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു. ഇന്ന് അതുകൊണ്ട് എനിക്കൊന്ന് റെസ്റ്റ് തരുമോ പ്ലീസ്? റെസ്റ്റ് ആണ് കഴിഞ്ഞ ക്ലാസ്സിൽ എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ട്. ഓക്കെ, അപ്പോ ബാക്കി എല്ലാവരും പറയാം. ഓക്കെ, റെഡിയാണോ? ഇല്ല. തന്നെയാണോ? പറയൂ. ടെൻസ് ആണ് തിങ്കളാഴ്ച എടുത്തത്. അത് തന്നെയാണ് ചൊവ്വാഴ്ചയും റിപ്പീറ്റേഷൻ ചെയ്തത്. അതുകൊണ്ട് ആദ്യം തന്നെ പറയാം മാം. ടെൻസില് 3 ടെൻസ് ആണ് വരുന്നത്. പ്രസന്റ് ടെൻസ്, പാസ്റ്റ് ടെൻസ്, ഫ്യൂച്ചർ ടെൻസ്. ഈ പ്രസന്റ് ടെൻസിൽ തന്നെ 4ആയിട്ട് തിരിച്ചിട്ടുണ്ട്. അതിൽ നമ്മൾ ആദ്യം പഠിക്കുന്നത് സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണ്. അതായത് നമ്മൾ കറന്റ്ലി ഇപ്പൊ ചെയ്യുന്നു എന്ന് പറയണതിന് ആണ് സിമ്പിൾ പ്രസന്റ് ടെൻസ് ഉപയോഗിക്കുന്നത്. അതിന്റെ സ്ട്രക്ചർ വരുന്നത് സബ്ജക്റ്റ് പ്ലസ് വെർബ് 1, അതായത് പ്രസന്റ് ടെൻസ് പ്രസന്റ് V1 എന്ന് പറയും. അതില് സബ്ജക്റ്റ് എന്ന് പറയുന്നത് ഐ, വി, ഹി, ഷീ, ഇറ്റ്, യു, ദേ, എവരിബഡി. ആ സബ്ജക്റ്റിന് തന്നെ സിംഗുലർ സബ്ജക്റ്റ് എന്നും പ്ലൂറൽ സബ്ജക്റ്റ് എന്നും വേർതിരിച്ചിട്ടുണ്ട്. അതിലെ സിംഗുലർ സബ്ജക്റ്റ് എന്ന് വരുന്നത് ഹി, ഷീ, ഇറ്റ്, എവരിബഡി. അതിലെ പ്ലൂറൽ സബ്ജക്റ്റ് പിന്നെ വരുന്നത് ഐ, യു, വി, ദേ. പിന്നെ നമ്മൾ പഠിക്കാനുള്ളത് വെർബാണ്. വെർബിനെ 3ആയിട്ട് തരംതിരിച്ചിട്ടുണ്ട്. പ്രസന്റ്, പാസ്റ്റ്, പാസ്റ്റ് പാർട്ടിസിപ്പിൾ. അതിൽ പ്രസന്റിന് നമ്മൾ ഷോർട്ട് ഫോം ആയിട്ട് പറയണ V1, പാസ്റ്റിനെ V2, പാസ്റ്റ് പാർട്ടിസിപ്പിളിനെ V3. അതിന് എക്സാമ്പിള്
റൈറ്റ് ആണെങ്കിൽ റൈറ്റ്, റോട്ട്, റിട്ടൺ. ഈറ്റ് ആണെങ്കിൽ ഈറ്റ്, എയ്റ്റ്, ഈറ്റൻ. ഈ വെർബിനെ തന്നെ രണ്ടായിട്ട് തരംതിരിച്ചിട്ടുണ്ട്, റെഗുലർ വെർബെന്നും ഇറഗുലർ വെർബെന്നും. റെഗുലർ വെർബ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരേപോലെ വരുന്ന വെർബ്, അതായത് V2 V3 ഒരേപോലെ വരുന്നത്. അതിന് എക്സാമ്പിൾ പറയാനുള്ളത് പ്ലേ ആണെങ്കിൽ പ്ലേ, പ്ലേഡ്, പ്ലേഡ്. വോക്ക് ആണെങ്കിൽ വോക്ക്, വോക്ക്ഡ്, വോക്ക്ഡ്. പിന്നെ വരുന്നത് ഇറഗുലർ വെർബാണ്. അതാണെങ്കിൽ ഒരേപോലെ വരുന്നതല്ല, അതായത് അതിന് എക്സാമ്പിൾ വരുന്നത് ഈറ്റ്, ഈറ്റ്, ഈറ്റൻ. ഗോ ആണെങ്കിൽ ഗോ, വെന്റ്, ഗോൺ. പിന്നെ നമ്മള് എല്ലാം നോർമലി ഉപയോഗിക്കുന്ന വെർബുകൾ എല്ലാവരും പ്ലൂറൽ വെർബാണ്. അതിനെ നമ്മൾ സിംഗുലർ വെർബ് ആക്കണം. പിന്നെന്താണ് പിന്നെ മറന്നൂല മാം. ആലോചിക്കേ, മറന്നുപോയോ? ഒന്ന് ആലോചിച്ചേ. പിന്നെ സിംഗുലർ വെർബിനെ ആക്കണമെങ്കിൽ എസ് ഒന്നും ES ഒന്നും ആഡ് ചെയ്യണം. നമ്മളൊരു സെന്റൻസ് എഴുതുമ്പോൾ സിംഗുലർ സബ്ജക്റ്റ് ആണെങ്കിൽ സിംഗുലർ വെർബാണ് ഉപയോഗിക്കേണ്ടത്. പ്ലൂറൽ സബ്ജക്റ്റ് ആവുമ്പോൾ പ്ലൂറൽ വെർബാണ് ഉപയോഗിക്കേണ്ടത്. ഒരു സിംഗുലർ സബ്ജക്റ്റിന്റെ ഒരു എക്സാമ്പിൾ ആണെങ്കിൽ ഹി സിങ്സ് എ സോങ്. അപ്പോ സിങ്സിന്റെ അവിടെ എസ് നമ്മൾ ആഡ് ചെയ്തു. അതാണെങ്കിൽ പ്ലൂറൽ സബ്ജക്റ്റ് ആണെങ്കിൽ ഐ ഈറ്റ് മൈ ലഞ്ച്. അതേ ഈറ്റിന് തന്നെ നമ്മള് സിംഗുലർ സബ്ജക്റ്റ് ആയിട്ട് ഇതാക്കുമ്പോൾ ഹി ഈറ്റ്സ് മൈ ലഞ്ച്. ഓക്കെ ആണോ മാം? ഓക്കെ, ഒരു എക്സാമ്പിൾ കൊണ്ടു പറഞ്ഞിട്ടേ. എക്സാമ്പിള് സിംഗുലർ സബ്ജക്റ്റിന്റെ ഇതാണെങ്കിൽ ഷീ റൈറ്റ്സ് നീറ്റ്ലി. അത് തന്നെ പ്ലൂറലാവുമ്പോ ഐ റൈറ്റ് നീറ്റ്ലി. ഓക്കെ, വെൽ എക്സ്പ്ലെയിൻഡ്. നന്നായി എക്സ്പ്ലെയിൻ ചെയ്തു കേട്ടോ. ക്ലിയർ ആയപ്പോ അല്ലേ? നന്നായിട്ട് മനസ്സിലായിട്ടുണ്ട് എങ്ങനെയൊക്കെയാണ് യൂസ് ചെയ്യുന്നത്. മനസ്സിലായിട്ടുണ്ട്, പക്ഷേ അത് നമ്മുടെ പുറത്തേക്ക് വരാനായിട്ട് ഒരു പേടി. ഇപ്പൊ പേടി മാറിയില്ലേ? പേടി ഇപ്പൊ കുറേശ്ശെ മാറി വരുന്നുണ്ട്. ഇങ്ങനെ പറഞ്ഞ് പേടി മാറി. ഓക്കെ, നമ്മളിങ്ങനെ പറയുമ്പോ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോ കുറച്ചുകൂടി ക്ലിയർ ആകും, നമുക്ക് തന്നെ സ്വയം ക്ലിയർ ആകും അല്ലെ? അതെ അതെ അതെ, അതാണ്. ഓക്കെ, വെരി ഗുഡ്. ഇനി ആരാ പറയാ? നിങ്ങൾക്ക് എന്താണോ മനസ്സിലായത് ആ രീതി പറഞ്ഞാൽ മതി. ഓക്കെ, അപ്പോ ഞാൻ പറഞ്ഞ പോലെയോ റസിയ പറഞ്ഞ പോലെയോ ധന്യ പറഞ്ഞ പോലെയോ ഒന്നും പറയണ്ട. നിങ്ങൾക്ക് എങ്ങനെയാണോ മനസ്സിലായത് എങ്ങനെ പറയാൻ പറ്റും ആ രീതിയിൽ മാത്രം എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, സോ what is next? No, ആരുമില്ല, ആരും റെഡിയല്ല. ഓക്കെ, കാർത്തിക കഴിഞ്ഞ ക്ലാസ് എക്സ്പ്ലെയിൻ ചെയ്താണോ? കാർത്തിക ചെയ്ത പോലെ തോന്നുന്നു, ചെയ്തായിരുന്നോ? ചെയ്തു മാം. യെസ്. ഇനി ആരാ? ആരുമില്ല, ആരും സ്വയം വരില്ല അല്ലെ? ഓക്കെ മാം, ഞാൻ ചെയ്യാം എന്ന് പറഞ്ഞ ആരും വരുന്നില്ല. ആണോ? വരുന്നുണ്ടോ? ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. ആരെങ്കിലും? എനിവൺ? No one. Very good. Okay. I'll call you Divya. Divya Rajan. Aida, ഉണ്ടോ? ദിവ്യ കേൾക്കുന്നുണ്ടോ? നീ ക്ലാസ്സിലുണ്ടോ? No response. Then
Ashna. Yes, ma'am. Yes, Ashna. Explain to you. ടെൻസ് ആണ് മാഡം, തൊണ്ടയ്ക്ക് ചെറിയ പ്രശ്നമുണ്ടേ, അതുകൊണ്ട് ചെയ്യാൻ പറ്റുമോ? ഓക്കെ ആണോ? കുഴപ്പമില്ല. ടെൻസ് ആണ് നമ്മൾ പഠിച്ചേ. അത് 3 ഇതുണ്ട്: പാസ്റ്റ്, പ്രസന്റ്, ഫ്യൂച്ചർ ടെൻസ്. അതിൽ പ്രസന്റ് ടെൻസ് ആണ് സിമ്പിൾ പ്രസന്റ്. അത് നമ്മൾ ചെയ്യുന്നു എന്നതാണ് അതിലൂടെ യൂസ് ചെയ്യുന്നത്. പിന്നെ അതിൽ സബ്ജക്റ്റ് പ്ലസ് V1 എന്നാണ് ഇതാക്കുന്നത്. അതായത് ഹി, ഷീ, ഇറ്റ്, ഐ, യു, വി, ദേ. അതിനെ നമ്മൾ 2ആയിട്ട് തിരിച്ചിട്ടുണ്ട്. സബ്ജക്റ്റിനെ 2ആയിട്ട് തിരിച്ചിരിക്കുന്നു: സിംഗുലർ സബ്ജക്റ്റും പ്ലൂറൽ സബ്ജക്റ്റും. അതിലെ സിംഗുലർ സബ്ജക്റ്റ് ഹി, ഷീ, ഇറ്റ്, എവരിബഡി. പ്ലൂറൽ സബ്ജക്റ്റ് ഐ, യു, വി, ദേ. പിന്നെ വെർബിനെ നമ്മൾ അതിന് 2ആയിട്ട് തിരിച്ചിരിക്കുന്നു: റെഗുലർ വെർബ്, ഇറഗുലർ വെർബും. റെഗുലർ വെർബിന് എക്സാമ്പിൾ ആയിട്ട് പ്ലേ, പ്ലേഡ്, പ്ലേഡ്, ജംപ്, ജംപ്ഡ്, ജംപ്ഡ്. പിന്നെ ഇറഗുലർ വെർബ് ആവുമ്പോൾ ഈറ്റ്, ഫോർഗറ്റ്, ഫോർഗട്ടൻ, റൺ, റൺ, റൺ. ശരിയാണോ മാഡം? പിന്നെ സിംഗിൾ സബ്ജക്റ്റിന്റെ കൂടെ സിംഗിൾ വെർബാണ് യൂസ് ചെയ്യുന്നത്. പ്ലൂറൽ സബ്ജക്റ്റിന്റെ കൂടെ പ്ലൂറൽ വെർബാണ് യൂസ് ചെയ്യുന്നത്. അതിന് എക്സാമ്പിൾ ആവുമ്പം ഗീവ് എന്നുള്ളത് ഗീവ്സ് എന്നാവും, സിങ് എന്നുള്ളത് സിങ്സ് എന്നാവും. ഇത്രയുള്ളല്ലോ മാഡം. ഓക്കെ, ഒരു എക്സാമ്പിൾ പറയൂ. ഒരു സെന്റൻസ് വൈസ് ഒരു എക്സാമ്പിൾ പറയൂ. ഷീ റൈറ്റ് എ സ്റ്റോറി. തെറ്റിപ്പോയിട്ടോ? ഷീയുടെ കൂടെ റൈറ്റ് ആണോ വരാ? She eats mango. Yes. No? She eats mango. Yeah, she eats mango. She writes a letter. Okay, correct ആണ്. Okay. Thank you, ma'am. അശ്ന, ടെൻഷൻ ഉണ്ടായിരുന്നോ? ചെറുതായിട്ട്. ഇപ്പൊ മാറിയോ? ഇപ്പം മാറി. എല്ലാവരും ടെൻഷൻ അടിച്ചിരിക്കുകയാണെന്ന് എനിക്ക് തോന്നുകയാണോ? ടെൻഷൻ ഉണ്ടോ ആർക്കെങ്കിലും? ഉണ്ടോ? എന്താണ് ഭയങ്കര സൈലന്റ് ആണല്ലോ, ഒരു റിപ്ലൈ ഇല്ല, ഒരു എന്താണ് ഇമോജീസോ ഒന്നുമില്ലല്ലോ, ഫുൾ സൈലൻസ്. എന്ത് പറ്റി? എക്സ്പ്ലെയിൻ ചെയ്യാൻ പറയുമെന്ന് പേടിച്ചിട്ടാണോ? ആണോ? എന്താണെങ്കിലും ടെക്സ്റ്റ് ചെയ്യോ അല്ലെങ്കിൽ റെസ്പോണ്ട് ചെയ്യും? പിന്നെന്താണ് എല്ലാവരും സൈലന്റ് ആണ്? ഭീഷ്മ ഓക്കെ? വേറെ ആരും മിണ്ടുന്നില്ല? ഒന്നും മിണ്ടുന്നില്ല. ഓക്കെ, ഇനി നെക്സ്റ്റ് അജിഷ. അജിഷ, നോ. അജിഷ ക്ലാസ്സിലുണ്ടോ? കേൾക്കുന്നുണ്ടോ? ഓക്കെ, then Alvin. Alvin, can you hear me? Next, Amina. Amina, no. Amrita, Anjana Davis, Arunima,
യെസ് അമൃത സംസാരിക്കാൻ പറ്റോ? ഞാൻ പറയാം. യെസ് ഓക്കെ പറയൂ. നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ടെൻസ് ആണ്. ടെൻസിനെ നമ്മൾ 3 ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. പ്രസന്റ് ടെൻസ് എന്നും പാസ്റ്റ് ടെൻസ് എന്നും ഫ്യൂച്ചർ ടെൻസ് എന്നും. അതിലിപ്പോ നമ്മൾ പഠിക്കുന്നത് പ്രസന്റ് ടെൻസിനെ കുറിച്ചാണ്. പ്രസന്റ് ടെൻസിന്റെ ഫോം എന്ന് പറയുന്നത് സബ്ജക്ട് പ്ലസ് V1 എന്നുള്ള ഫോമാണ് പറയുന്നത്. അതിൽ സബ്ജക്ട് എന്ന് പറയുന്നത് സിംഗുലാർ സബ്ജക്റ്റും ഉണ്ട്, പ്ലൂറൽ സബ്ജക്റ്റും ഉണ്ട്. സിംഗുലാർ സബ്ജക്റ്റില് ഹി, ഷീ, ഇറ്റ്, എവരിബഡി എന്നുള്ളതൊക്കെയാണ് വരുന്നത്. പ്ലൂറൽ സബ്ജക്റ്റിലാവുമ്പോൾ ഐ, യു, വി, ദേ എന്നുള്ളതാണ് വരുന്നത്. ഇനി വെർബ് എന്ന് പറയുന്നതിന് നമ്മൾ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നത് റെഗുലർ വെർബ് എന്ന് പറയുന്നത് ഇറഗുലർ വെർബ് ആണ്. റെഗുലർ വെർബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് V2 ആൻഡ് V3 സെയിം ആകുന്ന വെർബിനെയാണ് റെഗുലർ വെർബ് എന്ന് പറയുന്നത്. ക്രൈ എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ ക്രൈ, ക്രൈഡ്, ക്രൈഡ്, ജംപ്, ജംപ്, ജംപ് എക്സെട്ര. ഇറഗുലർ വെർബ് എന്ന് പറഞ്ഞാൽ V1, V2, V3 3 ഫോമും ഡിഫറെന്റ് ആയിട്ടുള്ള വെർബിനെയാണ് നമ്മൾ ഇറഗുലർ വെർബ്. എക്സാമ്പിൾ ഫോർഗെറ്റ്, ഫോർഗോട്ട്, ഫോർഗട്ടൻ എക്സാമ്പിൾ. അതെ അങ്ങനെയുള്ളത്. നമുക്ക് ഇതിലെന്ന് പറഞ്ഞാല് സിംഗുലർ സബ്ജക്ട് എന്ന് പറഞ്ഞു. പ്രസന്റ് സിംഗിളിന്റെ ഫോം എന്ന് പറഞ്ഞാല് സബ്ജക്ട് പ്ലസ് V1 എന്നാണ്. ഇത് സിംഗുലർ സബ്ജക്ട് വരികയാണെങ്കിൽ നമ്മൾ സിംഗുലർ വെർബും, പ്ലൂറൽ സബ്ജക്ട് വരികയാണെന്നുണ്ടെങ്കിൽ പ്ലൂറൽ വെർബുമാണ് ഉപയോഗിക്കുന്നത്. എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഹി റൈറ്റ്സ്, ഐ റൈറ്റ്, അങ്ങനെയുള്ള അതാണ് സിംഗുലർ സബ്ജക്റ്റ് ആയിട്ടുള്ള. ഐ വരികയാണെങ്കിൽ ഇപ്പൊ റൈറ്റ് എന്നുള്ള എക്സാം വെർബ് വരികയാണെങ്കിൽ ഐ റൈറ്റ് എന്നുള്ള എക്സാം കണ്ടിന്യൂ ആയിട്ട് പോകും. സിംഗുലർ സബ്ജക്റ്റ് ആണ് ഇപ്പൊ ഹി അല്ലെങ്കിൽ ഷീ വരികയാണെങ്കിൽ ഷീ റൈറ്റ്സ് എന്നുള്ള ESO അല്ലെങ്കിൽ SO ചേർത്തിട്ടാണ് നമ്മൾ സിംഗുലർ വെർബിനെ ഫോം ചെയ്തിരിക്കുന്നത്. പിന്നെന്ന് പറഞ്ഞാല് ഒരു ഹാബിച്വൽ ആക്ഷൻ പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സിമ്പിൾ പ്രസന്റ് എന്ന് പറയുന്ന ഫോം യൂസ് ചെയ്യുന്നത്. അല്ലെങ്കിൽ ഒരു റുട്ടീൻ ആയിട്ടുള്ള നമ്മുടെ ഒരു റുട്ടീനെ ഫോം കാണിക്കാൻ വേണ്ടിയിട്ട് സിമ്പിൾ പ്രസന്റ് യൂസ് ചെയ്യുന്നുണ്ട്. എക്സാമ്പിൾ ഐ വേക്ക് അപ്പ് എവറി മോർണിംഗ് അറ്റ് 6 o'clock ഒരു എക്സാമ്പിൾ ആണ് ഇത് പറയുന്നത്. പിന്നെ പറയുന്നത് ഒരു ഫിക്സഡ് പ്രോഗ്രാം, ഒരു ചേഞ്ച് ഇല്ല, ഒരു നമ്മൾ ഫിക്സ് ചെയ്തിരിക്കുന്ന ഒരു പ്രോഗ്രാം, അതിന് ഡേറ്റിനോ അല്ലെങ്കിൽ ഇതിനോ ഒന്നും ചേഞ്ച് വരുന്നില്ല എന്നുണ്ടെങ്കിൽ അതും നമ്മൾ സിമ്പിൾ പ്രസന്റ് വെച്ചിട്ട് പറയുന്നുണ്ട്. എക്സാമ്പിൾ പറയുന്നത് ദ പ്രൈം മിനിസ്റ്റർ ഇനാഗുറേറ്റ് ദ പ്രോഗ്രാം ഓൺ 2nd July. അത് തന്നെ ഒരു എക്സാമ്പിൾ ആണ്. ഇത്രയാണ് പറയുന്നത്. Yeah, okay, explain. Okay. Thank you. സുസിയ, okay. Yeah. ഇനി ആരാ പറയാ? ഞാൻ വിളിക്കുന്നവരാരും മിണ്ടുന്നില്ല. ആരാ? അജിഷ പറഞ്ഞു. ഓക്കെ അജിഷ മനസ്സിലായിട്ടോ? ഓക്കെ. യെസ് മാം. ഞാൻ അശ്വിനി രജീഷ് പറയൂ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് ടെൻസിനെ കുറിച്ചായിരുന്നു. ടെൻസ് 3ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. പ്രസന്റ് ടെൻസും പാസ്റ്റ് ടെൻസും ഫ്യൂച്ചർ ടെൻസും. അതിൽ ഫസ്റ്റ് വണ്ണാണ് നമ്മൾ പഠിച്ചത് പ്രസന്റ് ടെൻസ്. അതിൽ തന്നെ ഫസ്റ്റ് ആണ് സിമ്പിൾ പ്രസന്റ് ടെൻസ്. ചെയ്യുന്നു, നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ അതിനെക്കുറിച്ച് പറയുന്നതിനെയാണ് സിമ്പിൾ പ്രസന്റ് ടെൻസ് എന്ന് പറയുന്നത്. അതിന്റെ ഫോർമാറ്റ് വരുന്നത് സബ്ജക്റ്റ് പ്ലസ് V1. V1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെർബില് ഫസ്റ്റ് V1. സബ്ജക്റ്റിനെ തന്നെ നമ്മൾ 3ആയിട്ട് തരംതിരിച്ചിട്ടുണ്ട്. സബ്ജക്റ്റ് അതിൽ ഹി, ഷീ, ഇറ്റ്, ഐ, യു, വി, ദേ ആണ് വരുന്നത്. രണ്ടാമത് സിംഗുലർ സബ്ജക്റ്റ് ഹി, ഷീ, ഇറ്റ്, എവരിബഡി എന്നതാണ് സിംഗുലർ സബ്ജക്റ്റിൽ വരുന്നത്. പ്ലൂറൽ സബ്ജക്റ്റിൽ ഐ, യു, വി, ദേ. ഇനി വെർബിനെ തന്നെ 3ആയിട്ട് തരംതിരിച്ചിട്ടുണ്ട്. V1, V2, V3. അത് V1 റൈറ്റ് പ്രസന്റ് ടെൻസും, V2 റോട്ട് പാസ്റ്റ് ടെൻസും, V3 റിട്ടൺ പാസ്റ്റ് പാർട്ടിസിപ്പിളുമായിട്ട് വരുന്നത്. അതിനകത്ത് തന്നെ ഇറഗുലർ വെർബ്സും ഉണ്ട്, റെഗുലർ വെർബ്സും ഉണ്ട്. റെഗുലർ വെർബ്സിൽ V1, V2 അതായത് സെയിം ആയിരിക്കും യൂസ് വരുന്നത്. അതിനകത്ത് കീപ്, കെപ്റ്റ്, ഇതാണ് റെഗുലർ വെർബ്സിന് എക്സാമ്പിൾ ആയിട്ട് വരുന്നത്. ഇറഗുലർ വെർബ്സിനാണെങ്കിൽ V1, V2, V3 ഇതൊക്കെ ഡിഫറെന്റ് ആയിരിക്കും. റൈറ്റ്, റോട്ട്, റിട്ടൺ അതാണ് എക്സാമ്പിൾ വരുന്നത്. പിന്നെ സിംഗുലർ വെർബും പ്ലൂറൽ വെർബും യൂസ് ചെയ്യുമ്പോൾ അതിന് സിംഗുലർ വെർബിന് സിംഗുലർ സബ്ജക്റ്റും
പ്ലൂറൽ വെർബിനും പ്ലൂറൽ സബ്ജക്റ്റ് ആയിരിക്കണം വേണ്ടി വരുന്നത്. പ്ലൂറൽ വെർബിന്റെ കൂടെ നമ്മൾ എസ്, എസ് എന്നിവ യൂസ് ചെയ്താൽ നമുക്ക് സിംഗുലർ വെർബാക്കാൻ പറ്റും. അതിനകത്ത് കംസ് എന്ന് പറയുന്നത് സിംഗുലർ ആയിട്ട് നമ്മൾ മാറ്റിയതാണ്. അതിനകത്ത് കം കൂടെ എസും കൂടി ചേർക്കുമ്പോൾ കംസ് വരും. അതാണ് സിംഗുലർ വെർബ്. ഓക്കെ ആണോ മിസ്? പിന്നെ നമ്മൾ ചൊവ്വാഴ്ച പഠിച്ച ക്ലാസ്സിൽ നമ്മൾ സിറ്റുവേഷൻസിനെ കുറിച്ചാണ് പറഞ്ഞത്. ഏതൊക്കെ സിറ്റുവേഷൻസിലാണ് സിമ്പിൾ പ്രസന്റ് ടെൻസ് യൂസ് ചെയ്യുന്നത്. അത് റുട്ടീൻ. ഐ വേക്ക് അപ്പ് എവറി മോർണിംഗ് അറ്റ് 6 o'clock എന്ന് പറഞ്ഞത് റുട്ടീൻ. നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ റുട്ടീനായിട്ട് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യത്തിൽ സിമ്പിൾ പ്രസന്റ് ടെൻസ് യൂസ് ചെയ്യുന്നു. അതുപോലെ തന്നെ യൂണിവേഴ്സൽ ട്രൂത്ത്, ഈ കാര്യങ്ങളിലൊക്കെ നമ്മൾ സിമ്പിൾ പ്രസന്റ് ടെൻസ് യൂസ് ചെയ്യുന്നുണ്ട്. ചെറിയ ടെൻഷൻ ഉണ്ടായിട്ടോ മാം? എന്തോ ടെൻഷൻ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞത്. അത് മാറിയില്ലേ? ആ അത്രേ ഉള്ളൂ കേട്ടോ. വെറുതെ നിങ്ങൾ ടെൻഷൻ അടിച്ച് ആരും ഇണ്ടാതെ എനിക്കറിയാം. ഇതിനാ കംഫർട്ടബിൾ അല്ലേ ക്ലാസ്സില്? അല്ലേ? കംഫർട്ടബിൾ ആണ്, പക്ഷെ ചില സമയത്ത് എന്തൊക്കെയോ ഒരു വല്ലായ്മ. അത് നമ്മൾ പറയണ്ടേന്ന് ഓർത്തിട്ടാണ്. ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യണമല്ലോ എന്ന് ഓർത്തിട്ടുള്ള ടെൻഷനാണ്. ഓക്കെ, നമുക്കറിയാം, പക്ഷെ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ ഒരു പേടി, ഒരു മടി ഒക്കെയാണ്. ഓക്കെ, ക്ലിയർ ആയിപ്പോ അശ്വിനി? അത് പറഞ്ഞപ്പോ കുറച്ചുകൂടെ ക്ലിയർ ആയില്ലേ? ആ പറഞ്ഞപ്പോ കുറച്ചുകൂടി ക്ലിയർ ആയി. പിന്നെ കഴിഞ്ഞ ക്ലാസ്സിൽ എനിക്ക് പകുതി പോർഷൻ വരെ കേൾക്കാൻ പറ്റിയിട്ടുണ്ടായുള്ളൂ. പകുതി ഇങ്ങനെ കേൾക്കാൻ പറ്റിയിട്ടുണ്ടായില്ല. എന്റെ നെറ്റ് കട്ടായി പോയായിരുന്നു, കറണ്ട് പോയിരുന്നു. ക്ലാസ് കണ്ടിട്ടുണ്ടായിരുന്നോ? ആ റെഗുലർ ക്ലാസ് കണ്ടിരുന്നു. പിന്നെ വാട്സാപ്പില് സ്റ്റുഡൻസിന്റെ ഗ്രൂപ്പിൽ നോട്ട് ഇട്ടുണ്ടായി. ഓക്കെ അശ്വിനി, ക്ലിയർ. ഇനി നെക്സ്റ്റ്, ഞാൻ വിളിക്കാതെ തന്നെ നിങ്ങൾ പറയണത് ഏറ്റവും നല്ലത്. ഞാൻ വിളിക്കുന്നവർ ആരും അല്ലെങ്കിൽ മിണ്ടുന്നില്ല. അല്ലെ? അപ്പൊ നിങ്ങൾ ഓക്കെ ആണ്, വില്ലിങ് ആണെങ്കിൽ നിങ്ങൾ ഒരു ഓക്കെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം എന്ന് പറഞ്ഞു വരും. ഇതാണ് കുറച്ചുകൂടെ ബെറ്റർ. എല്ലാവരും സംസാരിക്കണമെന്നാണ് ആഗ്രഹം. നിങ്ങൾ സംസാരിക്കുമോ? ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യണോ? വേണ്ട, കഴിഞ്ഞ ക്ലാസ് ചെയ്യുന്നില്ലേ? കുഴപ്പമില്ല. വേറെ ആരെങ്കിലും ചെയ്യുന്നുണ്ടോ? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് ടെൻസ് ആണ്. ടെൻസ് തന്നെ 3 തരത്തിലുണ്ട്: പ്രസന്റ് ടെൻസ്, പാസ്റ്റ് ടെൻസ്, ഫ്യൂച്ചർ ടെൻസ്. അതിൽ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് പ്രസന്റ് ടെൻസ് ആണ്. അതിൽ സിമ്പിൾ പ്രസന്റ് ടെൻസ്, പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ്, പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് ആൻഡ് പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ്. നമ്മൾ പഠിക്കുന്നത് സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണ് നൗ. അതിന്റെ ഫോം എന്ന് വെച്ച് കഴിഞ്ഞാൽ സബ്ജക്റ്റ് പ്ലസ് V1 ആണ്. അല്ലെ, സബ്ജക്ട്സ് എന്ന് പറയുന്നത് ഹി, ഷീ, ഇറ്റ്, ഐ, യു, വി, ദേ. അല്ലെ, സിംഗുലർ സബ്ജക്റ്റ് ഹി, ഷീ, ഇറ്റ്, എവ്രിബഡി ആണ്. പ്ലൂറൽ സബ്ജക്റ്റ് എന്ന് പറയുന്നത് ഐ, യു, വി, ദേ. പിന്നെ നമ്മൾ പഠിച്ചത് വേർബ്സ് ആണ്. വേർബ്സ് 2 ടൈപ്സ് ഉണ്ട്: റെഗുലർ ആൻഡ് ഇറഗുലർ വേർബ്സ്. പിന്നെ വേർബ്സിനെ 3 ഫോം ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്: V1, V2, V3. അതിൽ V1 എന്ന് പറയുന്നത് പ്രസന്റ് ഫോമും, V2 പാസ്റ്റ് ഫോമും, V3 പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമും ആണ്. അതിൽ റെഗുലർ വെർബ് എന്ന് പറയുന്നത് V2, V3 സെയിം ആയിരിക്കും. ഇറഗുലർ എന്ന് പറയുന്നത് V1, V2, V3 ആർ ഡിഫറെന്റ്. പിന്നെ എപ്പോഴും വേർബ്സ് എന്ന് പറയുന്നത് പ്ലൂറൽ ഫോം ആയിരിക്കും. ഓക്കെ മാം? അതിനെ നമ്മൾ സിംഗുലർ സബ്ജക്റ്റ് ആക്കാനായിട്ട് എസ്, ഇ എസ് ഓർ ഐ ഇ എസ് യൂസ് ചെയ്യുന്നു. പിന്നെ സിമ്പിൾ പ്രസന്റ് ടെൻസ് ആക്ച്വലി യൂസ്ഡ് ടു എക്സ്പ്ലെയിൻ റുട്ടീൻ ഹാബിറ്റ്സ് and universal facts, etc. Routine habits in example: I wake up every day at 6 o'clock.
പിന്നെ നമ്മള് ചൊവ്വാഴ്ച പഠിച്ചു പോസിറ്റീവ് സെന്റൻസും നെഗറ്റീവ് സെന്റൻസും ഒക്കെ ഉണ്ടാക്കാനായിട്ട് പഠിച്ചു. പോസിറ്റീവ് ക്വസ്റ്റ്യൻസ്, നെഗറ്റീവ് ക്വസ്റ്റ്യൻസ് എല്ലാം പഠിച്ചിരുന്നു. ഓക്കെ മാം? ഓക്കെ. ഇനി ആരെങ്കിലും എന്താണ് എക്സ്പ്ലെയിൻ ചെയ്തു മേരീസിന. ഓക്കെ, ഇതില് ഒരു ക്ഷീണവും കാര്യങ്ങളും തോന്നില്ല. ഓക്കെ, ഇനി ആരാ? ആരെങ്കിലും? നോ? ശ്രീവിദ്യ പറയൂ. നമ്മൾ എന്റെ ക്ലാസ്സിൽ പഠിക്കുന്നത് ടെൻസിനെ പറ്റിയാണ്. അതിനെ മൂന്നായിട്ട് തിരിച്ചിട്ടുണ്ട്. സിമ്പിൾ പ്രസന്റ് ടെൻസിനെ പറ്റിയാണ് പറയുന്നത്. അത് ഫോം സബ്ജക്റ്റ് പ്ലസ് V1 എന്ന ഫോമിലാണ്. പിന്നെ അതിനകത്ത് സബ്ജക്റ്റ് എന്ന് വെച്ചാൽ സിംഗുലറും പ്ലൂറലും ഉണ്ട്. സിംഗുലർ സബ്ജക്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹി, ഷീ, ഇറ്റ്, എവരിബഡി. പിന്നെ പ്ലൂറൽ എന്ന് വെച്ച് കഴിഞ്ഞാല് യു, വി, ദേ എന്നിങ്ങനെയാണ്. പിന്നെ വെർബ് ഉണ്ട്, സിംഗുലർ വെർബും പ്ലൂറൽ വെർബും. സിംഗുലർ വെർബിനകത്ത് ഇറഗുലർ വെർബെന്നും റെഗുലർ വെർബെന്നും രണ്ടായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. റെഗുലർ വെർബ് എന്ന് വെച്ച് കഴിഞ്ഞാൽ V2 V3 സെയിം ആയിട്ട് വരുന്നതാണ്. ഇറഗുലർ വെർബ് എന്ന് വെച്ച് കഴിഞ്ഞാല് V2 V3 ഡിഫറെന്റ് ആയിട്ട് വരുന്നതാണ്. അതിന് എക്സാമ്പിൾ ആണ് റെഗുലർ വെർബിന് എക്സാമ്പിള് ജംപ്ഡ് ജംപ്ഡ്. ഇറഗുലർ വെർബിന് എക്സാമ്പിൾ ആണ് ഈറ്റ് ഏറ്റ് ഈറ്റൻ. സിമ്പിൾ പ്രസന്റ് ടെൻസ് ഉപയോഗിക്കുന്ന സിറ്റുവേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ യൂണിവേഴ്സൽ ട്രൂത്ത്, റൊട്ടീൻ, ഫിക്സഡ് പ്രോഗ്രാമിനെ ഒക്കെ പറയാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. ഓക്കെ ശ്രീവിദ്യ. ഇനി who's next? ഇല്ല, ആരുമില്ല. Okay, so how do you feel now? Can you explain this topic? പറയൂ, your experience പറയൂ. നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്തപ്പോ കുറച്ചു പേര് ചെയ്തോളൂ, എന്നാലും ചെയ്തവർ എക്സ്പ്ലെയിൻ ചെയ്തപ്പോ നിങ്ങൾക്ക് എന്താണ് ഫീൽ ചെയ്തത്, എന്താണ് തോന്നിയത് എന്ന് കുറച്ച് പറയാമോ? പേടി ഉണ്ടായിരുന്നു, അതൊക്കെ മാറി കിട്ടി. ഓക്കെ, then ആദ്യം മിസ് വിളിച്ചവരാരും മിണ്ടാതിരുന്നപ്പോ ആകെ നമുക്കാകെ വിഷമം പോലെ തോന്നി. പിന്നെ ഞാനും ആ കൂട്ടത്തിൽ കൂടെ ഉണ്ടല്ലോ, ഇനി ഞാനും കേട്ടോണ്ടിരിക്കണല്ലേ ക്ലാസ്, ഞാനും ചെയ്യാം. പഠിച്ചോണ്ടിരിക്കണല്ലേ, എഴുതിയ കാര്യങ്ങളല്ലേ മിസ് ഇപ്പൊ ചോദിക്കണത്, പറഞ്ഞ എന്താ കുഴപ്പം എന്നോർത്തു. അപ്പൊ എനിക്കുള്ളിൽ എന്തോ പോലെ. അപ്പൊ ഞാൻ പറയാം. അപ്പൊ ഞാനോട് പറഞ്ഞു, ആദ്യം എനിക്ക് കൈയും കാലും വിറക്കുകയാണ്, എന്താണ്ടൊക്കെ പോലെ. മൈക്കിന്റെ ഇതൊക്കെ ഓണാക്കുമ്പോ നമുക്ക് കൈയും കാലും ഒക്കെ വിറക്കണം. അതെ, അത് കഴിഞ്ഞിട്ട് പറഞ്ഞു തുടങ്ങിയപ്പോ പിന്നെ അത് കൂടുക. പിന്നെ മിസ്സിന്റെ ഫേസ് കൊണ്ട് ചിരിക്കുക മിസ്. അപ്പൊ കൂളായി. പിന്നെ അത് കഴിഞ്ഞപ്പോ ശരിയായി. ടെൻഷൻ ഉണ്ടായിരുന്നു, കുഴപ്പമില്ല, മാറി. കൂളായി. ഇനി ആർക്കെങ്കിലും പറയാനുണ്ടോ എക്സ്പീരിയൻസ് ഉണ്ടോ? ഓക്കെ, നിങ്ങൾ പറയുമ്പോ പറയാത്തവര് കുറച്ചുകൂടി മോട്ടീവ് ഉണ്ടാകും. പറയൂ ബിബിസിന, പറയൂ. മൈക്ക് ഓൺ ആക്കിയപ്പോഴത്തെ ടെൻഷൻ കൂടി പറഞ്ഞു പഠിച്ചെല്ലാം മറന്നു. ടെൻഷൻ, എല്ലാവർക്കും ടെൻഷൻ ആയിരുന്നു. നമ്മൾ ബുക്കിൽ വായിക്കുമ്പോൾ ഓക്കെയാണ്, പക്ഷെ ഇത് പറയുമ്പം ബുദ്ധിമുട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. കറക്റ്റ് ആണോ പറയുന്നത് എന്നുള്ളൊരു ടെൻഷൻ ഉണ്ട്. ആ ടെൻഷനൊക്കെ മാറിയിപ്പോ അല്ലെ? ടെൻഷൻ മാറി, പറയുന്നത് തെറ്റാണോ എന്നുള്ളൊരു പേടി മാറി. ഇനി എന്തും സംസാരിക്കാൻ ഒരു കോൺഫിഡൻസ് ആയി. ഇനി മൈക്ക് ഓൺ ആക്കാൻ ആ ഒരു ടെൻഷൻ മാറി, അതും ഒരു കോൺഫിഡൻസ് ആവും അല്ലെ? ആണോ? നമ്മൾ മൈക്ക് ഓൺ ആക്കിയാലേ നമുക്ക് സംസാരിക്കാൻ പറ്റും. എല്ലാവർക്കും അതെ, മൈക്ക് ഓൺ ആക്കാനാണ്.
എന്തോ ഇപ്പൊ മൈക്ക് ഓഫ് ചെയ്യാനാ പറ്റില്ലാത്ത. ആ അത് അത്ര നല്ലതല്ല. ഓക്കെ. പാർവതിക്ക് എന്താണ് മൈക്ക് ഓണാക്കാൻ എത്ര പേടി? എവിടെ പാർവതി? എവിടെ ഒന്ന് മൈക്ക് ഓണാക്കിയോ? ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതിയല്ലോ. ഹലോ മാം. ആ അപ്പൊ പേടിക്കണ മതി. ഇല്ല, എനിക്ക് പേടിയെന്ന് വെച്ചാൽ ഡിഗ്രിക്ക് കൊറോണ ടൈമിലായിരുന്നില്ല നമുക്ക് ക്ലാസ്. അപ്പൊ ഇങ്ങനെ ഒരുപാട് ക്ലാസ് അറ്റൻഡ് ചെയ്തുകൊണ്ട് അപ്പോഴൊന്നും കുഴപ്പമില്ല. അപ്പൊ ഇപ്പൊ കൊച്ചുണ്ട്, കൊച്ചിന് 6 മാസമായുള്ളൂ. അപ്പൊ ഇനി ഓണാക്കുമ്പോ അവനെങ്ങാനും മിണ്ടുവോ കരയുവോ അങ്ങനെയൊക്കെയുള്ള ഒരു ടെൻഷൻ, അല്ലാണ്ട് പേടിയൊന്നുമില്ല. കൊച്ചു കരഞ്ഞോട്ടെ, കുഴപ്പമില്ല. നമ്മൾ എല്ലാവരും പാരന്റ്സ് അല്ലേ, പിന്നെന്താ കുഴപ്പം? ഇല്ല, ഞാൻ എന്നാലും ഒരു വിഷമവും പേടിയൊക്കെ പോലെ കുറച്ചായി, ഒരു ഗ്യാപ്പ് വന്നിട്ടുണ്ട്. ഞാനിപ്പോ 2023 ഡിഗ്രി കഴിഞ്ഞു. ഞാൻ പെട്ടെന്ന് ഡിഗ്രി കഴിഞ്ഞപ്പോ തന്നെ മാരേജ് കഴിഞ്ഞു. അപ്പൊ അതിന്റെ ഇടയ്ക്ക് പഠിക്കാൻ പോയി, അത് ഫ്ലോപ്പായി, അപ്പയും കൊച്ചായി. അതുകൊണ്ടാണ് ഇത് എടുത്തത്. അപ്പൊ ഇങ്ങനെ സ്റ്റാർട്ടിങ് ആയുള്ള ഒരു വിഷയം മിസ് ഇങ്ങനെ പറയണൊക്കെ കേക്കണ്ട്. ആയാലും മൈക്കോണാക്ക് പറ, പക്ഷെ എന്നാലും ഒരു പേടി. ആരെങ്കിലും ഓണാക്കി പറ, ഞാൻ പറയുന്നില്ല, ആരെങ്കിലും പറ. ഞാൻ മൈക്ക് ഓണാക്കിയില്ലേ ഇവിടുന്ന് പറയണ്ട്, ഇങ്ങനെ പറയാം മൈക്ക് ഓണാക്കാം, പക്ഷെ അല്ലെങ്കിൽ വേണ്ട പിന്നെ ആവട്ടെ അങ്ങനെ ഓർത്തിരിക്കും. ഓക്കെ, ഇത് സ്റ്റാർട്ടിങ് ട്രബിൾ ആയിരുന്നു. ആ ട്രബിൾ അങ്ങോട്ട് മാറിയോ? ഇപ്പൊ ഓക്കെ, കുഴപ്പമില്ല. വർത്താനം പറഞ്ഞ് തുടങ്ങിയാ ഓക്കെയാ. ഓക്കെ. അപ്പൊ അടുത്ത ക്ലാസ്സിൽ ഇപ്പൊ മൈക്ക് ഓണാക്കിയവര് നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോ ഇതേപോലെ തന്നെ ഓണാക്കണം കേട്ടോ. പിന്നെ പഴയതുപോലെ പോവരുത്. ഓക്കെ ഓക്കെ മാം. ഓക്കെ മാം. സംസാരിച്ചു തുടങ്ങുന്നില്ലല്ലോ. വെരി ഗുഡ്. ഓക്കെ, ഇനി എന്താണ്? വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും പേടിയുണ്ടോ? ഉണ്ടോ? ഇപ്പൊ പാർവതി പറഞ്ഞ പോലെ മൈക്ക് ഓണാക്കാൻ പേടി. ആ പേടി പലതരാണ് മാറി. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും ബുദ്ധിമുട്ടോ കാര്യങ്ങളോ എന്തെങ്കിലും ഫേസ് ചെയ്യുന്നുണ്ടോ? ഉണ്ടെങ്കിൽ ടെക്സ്റ്റ് ചെയ്ത് പറയൂ, നമുക്കത് സോൾവ് ചെയ്യാം. ഓക്കെ, യെസ്. ഇത് നമുക്ക് മെയിൻലി നമുക്ക് ഇംഗ്ലീഷ് ക്ലാസ് തന്നെയാണ്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല, ഇംഗ്ലീഷ് ക്ലാസ് തന്നെയാണ്. പക്ഷെ ഇംഗ്ലീഷ് എന്ന് പറയുന്ന ലാംഗ്വേജ് പറയാനും കൂടെ നമുക്കൊരു കോൺഫിഡൻസ് വേണ്ടേ, അല്ലേ? വെറുതെ തിയറി മാത്രം പഠിച്ചത് കൊണ്ട് കാര്യമുണ്ടോ? പറയണ്ടേ, നമുക്ക് കുറച്ചെങ്കിലും പറയണ്ടേ? ആ പറയണമെങ്കിൽ നമുക്ക് എന്ത് വേണം? കോൺഫിഡൻസ് വേണം, അല്ലേ? ആ കോൺഫിഡൻസ് വരണമെങ്കിൽ എന്താ ചെയ്യാം? നമ്മുടെ ക്ലാസ്സിൽ കംഫർട്ടബിൾ ആയി, കൂളായി, റിലാക്സ് ആയിട്ട് ഇരിക്കാം, അല്ലെ? എന്നോട് സംസാരിക്കുക. അങ്ങനെ സംസാരിക്കുമ്പോൾ നിങ്ങൾക്ക് എന്താണ്? നിങ്ങൾക്ക് കുറച്ചുകൂടെ റിലാക്സ്ഡ് ആവാണ്. ഓക്കെ, എനിക്ക് മാമിനോട് എന്തും പറയാം, മൈക്ക് ഓൺ ചെയ്തിട്ട് എന്തും പറയാം എന്നൊരു ഫ്രീഡം ഉണ്ട്. അങ്ങനെ ഫീൽ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് എന്നോട് ഇംഗ്ലീഷിലും സംസാരിക്കാൻ പറ്റൂ. ഓക്കെ, കറക്റ്റ് ആണോ? ഓക്കെ മാം. ആ കോൺഫിഡൻസ് ഒന്നും ഇല്ലാത്തത്. പറയുമ്പോ തെറ്റാവോ അതാണ് ഇത്രയും വർഷം ഇതിങ്ങനെ ഈ LKG പിള്ളേരുടെ പോലെ ഇപ്പോ പറയുമ്പോ തെറ്റാണോ? എന്നാലും തെറ്റാണെങ്കിൽ പറയാൻ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഇപ്പൊ ഇതൊക്കെ തോന്നിട്ടുണ്ട്. നമ്മളിപ്പോ ഓരോ എക്സാമ്പിൾ പറയണത്, നമ്മളിപ്പോ ഇവിടെ മക്കളിപ്പോ ചെറിയ കുട്ടികളാണ്, അപ്പൊ അവരോടും പറയുന്നുണ്ട്. അപ്പൊ അവർക്കും അതൊരു ഇതാണ്, പറയാനും അവർക്ക് ഇപ്പോഴന്നെ ഒരു സ്കില്ലായിക്കോട്ടെ എന്ന് വിചാരിച്ചു. അപ്പൊ നമ്മളും LKG കുട്ടികളുടെ പോലെയൊക്കെയാണ് ഇപ്പോഴും. അപ്പൊ എങ്ങനെയാണ് ഇപ്പോ? മൊത്തത്തിൽ ഇപ്പൊ സെറ്റ് അല്ലേ? കുഴപ്പമൊന്നുമില്ലല്ലോ? ക്ലാസ് നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ടല്ലോ? ഇപ്പൊ ഉണ്ട് നന്നായിട്ട് പോകുന്നുണ്ട്. സോ ഇനി നെക്സ്റ്റ് ക്ലാസ്സിൽ, അതായത് നാളെയാണ് ക്ലാസ്. നമ്മളിപ്പോ പഠിച്ചത് സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണ്. ആ പ്രസന്റ് ടെൻസിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മുടെ റൊട്ടീൻ, അല്ലെ? നമ്മൾ രാവിലെ എണീക്കുന്നത് മുതൽ രാത്രി കിടന്നുറങ്ങുന്ന ടൈം വരെയുള്ള റൊട്ടീൻ ഉണ്ട്, നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ. ഇതെല്ലാം നമുക്ക് ഈ ടെൻസ് യൂസ് ചെയ്ത് പറയാവുന്നതാണ്. ഓക്കെ, അപ്പോ നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോ നിങ്ങൾ എന്തൊക്കെയാണോ ചെയ്യുന്നത് അത് നിങ്ങൾ ചെയ്യുന്ന എക്സാക്ട്ലി ആ കാര്യം തന്നെ എഴുതുന്ന ഒരു നിർബന്ധവും ഇല്ല. ഇമാജിനേഷൻ ആകാം. നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ ഇമാജിൻ ചെയ്തോ, അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യാത്ത പലതും അതിനകത്ത് ആഡ് ചെയ്തോ, മനസ്സിലായോ? കുറച്ച് അത്യാവശ്യം ലെങ്തി ആയിട്ട് ഒരു എസ്സേ പോലെ എഴുതിയിട്ട് വരാം. ഒന്നും റെഫർ ചെയ്യണ്ട കേട്ടോ. അവിടെ ഇവിടെ നോക്കണ്ട, നിങ്ങളുടെ മനസ്സിൽ എന്ത് തോന്നുന്നോ അത് എഴുതാം. ഡയറി പോലെയാണ് മാം. അതെ, ഡയറി പോലെ.
അങ്ങനെയെങ്കിൽ അങ്ങനെ പറയാം, ഡയറി പോലെ. പക്ഷെ ഡയറി എന്ന് പറയുമ്പോൾ സത്യസന്ധമായിട്ട് എഴുതുന്നതാണ്. ഞാൻ അങ്ങനെ ചെയ്തു, ഞാൻ അവിടെ പോയി ഇത് ചെയ്തു എന്നൊക്കെയാണ്. പക്ഷെ അത് നമുക്ക് സത്യസന്ധമായിട്ട് വേണ്ട, ഇമാജിൻ ചെയ്യാം. ഇപ്പോ ബുക്ക് റീഡിങ് ഒരു ഹാബിറ്റ് അല്ലാത്തവര് ഞാൻ ഡെയിലി രാവിലെ ഇത്ര മണിക്ക് ബുക്ക് വായിക്കാറുണ്ട്, ഇതൊക്കെ നുണയല്ലേ? വായിക്കാറില്ലല്ലോ, പക്ഷെ നുണയാണ് അല്ലെ? അങ്ങനെ നമുക്ക് കുറച്ചൊരു എക്സാജറേറ്റ് ചെയ്ത് നമുക്ക് വേണമെങ്കിൽ എഴുതാം. മനസ്സിലായോ? അത് അതായത് ഞാൻ ഫോക്കസ് ചെയ്യുന്നത് നിങ്ങളുടെ റൊട്ടീൻ അറിയാൻ വേണ്ടിയിട്ടല്ല. ഓക്കെ, ആ ഒരു സിമ്പിൾ പ്രസന്റ് ടെൻസ് യൂസ് ചെയ്തിട്ട് നിങ്ങൾ എങ്ങനെ എഴുതുന്നു എന്ന് നോക്കാൻ വേണ്ടിയാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് എന്തും എഴുതാം. നിങ്ങൾ ചെയ്യാത്ത കാര്യങ്ങളും കാണാത്ത കാര്യങ്ങളും എല്ലാം നമുക്ക് അതിൽ ആഡ് ചെയ്യാവുന്നതാണ്. അത് ഞാൻ ഇമാജിൻ ചെയ്യാം. ജസ്റ്റ് ഒന്ന് ഇമാജിൻ ചെയ്തോ കുറച്ചുകൂടെ ആഡിങ് നടത്തിയോ ഒക്കെ നമുക്ക് ആ റൊട്ടീൻ വളരെ ഭംഗിയായിട്ട് എഴുതാം ഈ ടെൻസ് യൂസ് ചെയ്തിട്ട്. ഓക്കെ, ഞാൻ ക്ലാസ്സിൽ ഉണ്ടായിരുന്നില്ല, ഞാൻ കേട്ടില്ല, കണ്ടില്ല എന്നൊന്നും പറയരുത്. ചെയ്യാം, എനിക്ക് വേണ്ടി ചെയ്യരുത്, ഏതൊക്കെ എനിക്ക് വേണ്ടി ചെയ്യരുത്, നിങ്ങൾക്ക് വേണ്ടി ചെയ്യണം. കുറച്ചൊക്കെ എന്നെ അനുസരിക്കണം, അത് വേറെ കാര്യം. ഓക്കെ, എന്നാലും ചെയ്യാം, മാക്സിമം നാളെ തന്നെ അത് ചെയ്യാം. ഇന്ന് ക്ലാസ് കഴിയുമ്പോൾ തന്നെ കുറച്ച് സമയം കണ്ടെത്തിയിട്ട് നോട്ട് എഴുതാൻ നോക്കാം. ഓക്കെ, മിസ്റ്റേക്സ് എന്തായാലും ഉണ്ടാവും കേട്ടോ. ആരും പെർഫെക്റ്റ് അല്ല, ഇവൻ ഞാൻ പോലും പെർഫെക്റ്റ് അല്ല, എനിക്ക് മിസ്റ്റേക്സ് എല്ലാം സംഭവിക്കാറുണ്ട്. ഓക്കെ, ലോകത്ത് ആരും പെർഫെക്റ്റ് അല്ല. ഓക്കെ, അത് മനസ്സിലുണ്ടാവാം. സോ മിസ്റ്റേക്സ് എന്തായാലും വരും. മിസ്റ്റേക്സ് ഉണ്ടെങ്കിൽ പോലും എഴുതാം, സ്വന്തമായിട്ട് നിങ്ങൾ ഓൺ വേർഡ്സിലെ ഓൺ ക്രിയേഷൻ ചെയ്ത് ഇമാജിൻ ചെയ്ത് എഴുതാൻ നോക്കാം. ഓക്കെ, അയ്യോ മിസ് എനിക്ക് അറിയില്ല, എനിക്ക് ടെൻസ് അറിയില്ല എന്നൊന്നും പറയാണ്ട നിങ്ങൾ എഴുതാം. ഓക്കെ, നാളെ വന്ന് ക്ലാസ്സിൽ പ്രസന്റ് ചെയ്യാം. മിസ്റ്റേക്സ് ഉണ്ടെങ്കിൽ നമുക്ക് ക്ലിയർ ചെയ്യാം. ഓക്കെ, റെഡി അല്ലേ? എല്ലാവരും ചെയ്യും. ലാസ്റ്റ് ചെയ്തില്ല ജോയിൻ ചെയ്യാതിരിക്കരുത്. നാളെ നമുക്കും പഠിക്കാൻ പറ്റുള്ളൂ. എന്നാലല്ലേ നമുക്കും പഠിക്കാൻ പറ്റുള്ളൂ. അതെ, പഠിക്കണ്ടേ? ചെയ്യാം എല്ലാവരും. പിന്നെന്താണ്, ഇനി സിമ്പിൾ പ്രസന്റ് തന്നെയാണ് ഇന്ന് എടുക്കുന്നത്, വേറെ ടെൻസിലേക്ക് പോകുന്നില്ല. ഇനി നെക്സ്റ്റ് ക്ലാസ്സിൽ നിങ്ങൾക്ക് വെർബ് കുറച്ച് 3 ഫോംസ് ഉണ്ടല്ലോ, ഞാൻ പറഞ്ഞില്ല, റെഗുലർ വെർബും ഇറഗുലർ വെർബും. അതിൽ റെഗുലറും ഇറഗുലർ രണ്ടും നിങ്ങൾക്ക് നോട്ട് വേണോ അല്ലെങ്കിൽ ഇറഗുലർ മാത്രം മതിയോ? അങ്ങനെയാണെങ്കിൽ നാളെ ഞാൻ നോട്ട് തരാം. എന്താ വേണ്ടേ? ഐ തിങ്ക് ഇറഗുലർ ആണ് കുറച്ചൊരു ടഫാന്ന് തോന്നുന്നു. റെഗുലർ നിങ്ങൾക്ക് അറിയാവുന്നതല്ലേ? ആണോ? പക്ഷേ ഒപ്പീനിയൻ, നിങ്ങൾ ഒപ്പീനിയൻ പറയൂ, നമുക്ക് അതുപോലെ ചെയ്യാം. എന്റെ ഒപ്പീനിയനിൽ രണ്ടും തരുന്നതായിരിക്കും മിസ് നല്ലത്, കാരണം അത് രണ്ടും അറിയാത്തവര് കാണുമല്ലോ. പിന്നെ ഒരു കാര്യം, ഞാൻ അപ്ലോഡ് ചെയ്യില്ല കേട്ടോ, ടൈപ്പ് ചെയ്യാൻ ഭയങ്കര നോട്ട് തന്നാ മതില്ലേ? അപ്ലോഡ് ചെയ്യണമെങ്കിൽ അപ്ലോഡ് ചെയ്യാം, കുറച്ച് ലേറ്റ് ആണ്. എന്താ വേണ്ടേ? എന്താ വേണ്ടത്? കുറച്ചും കൂടെ എനിക്ക് ഒന്ന് ടൈപ്പ് ചെയ്യുന്ന അതായിരിക്കും കുറച്ച്. ടൈപ്പ് മീൻസ് എനിക്ക് മനസ്സിലായില്ല സെറ്റ്. എന്താ മിസ് പറഞ്ഞേ? റസിയുടെ സൗണ്ട് ക്ലിയർ അല്ല. ഹലോ, ഇപ്പൊ കേൾക്കാവോ? കേൾക്കാം, പറയുന്നത് കേൾക്കുന്നുണ്ട്, പക്ഷെ ക്ലിയർ അല്ല. എന്തൊക്കെയോ സംസാരിക്കുന്ന ഒരു ഫീല്. ആണോ? എന്നാൽ ഞാൻ വളരെ സൈലന്റ് ആയിട്ടുള്ള രീതിയിലാണ് ഇരിക്കുന്നത്. ഫാൻ്റെ ആയിരിക്കും. എനിക്ക് മാത്രമാണോ എന്ന് അറിയില്ല, രണ്ടും വേണം. രണ്ടും തരാം. പക്ഷേ ഞാൻ പറഞ്ഞത് എന്താന്ന് വെച്ചാല് അപ്ലോഡ് ചെയ്യാനായിട്ട് ടൈം എടുക്കും. കാരണം അത്യാവശ്യം ഒരു 300 എന്തോ എബവ് വേർഡ്സ് ഉണ്ട്. ഓക്കെ, അപ്പൊ അത് ടൈപ്പ് ചെയ്ത് വരുമ്പോ ടൈം എടുക്കും കുറച്ച്. അങ്ങനെയാണെങ്കിൽ പയ്യെ ആണെങ്കിലും അപ്ലോഡ് ചെയ്യാം. അങ്ങനെയെങ്കിൽ അങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ നോട്ട്സ് അല്ലെങ്കിൽ ഞാൻ നോട്ട്സ് തരാം, അതായത് ക്ലാസ്സിൽ പറയാം, നിങ്ങൾ എഴുതിയെടുക്കേണ്ടി വരും. എഴുതിയെടുക്കാം. അതാകുമ്പോ കുറച്ച് എഴുതുമ്പോ കുറച്ച് ക്ലാരിറ്റി കിട്ടുമല്ലോ. സ്പെല്ലിങ്ങും അതിൻ്റെതായിട്ടുള്ള ഒരു സ്പേസ് കിട്ടും അറിയാത്തവർക്ക്. എഴുതിയെടുക്കുമ്പോ ക്ലാരിറ്റി മാത്രമല്ല, നിങ്ങൾക്ക് കുറച്ചുകൂടെ വേർഡ്സ് ആയിട്ട് കണക്ഷൻ കിട്ടും. മനസ്സിലായോ? അപ്ലോഡ് ചെയ്താൽ അത് ഫോണിൽ കിടക്കേ ഉള്ളൂ, നിങ്ങൾ അത് എടുത്ത് നോക്കിക്കൂടി ചെയ്യില്ല. പക്ഷെ എഴുതുമ്പോ നിങ്ങൾ ആ ടൈമിൽ പോലും ആ വേർഡ് ഒന്ന് അറിയും, ഇത് ആ വേർഡാണ്. ഓക്കെ, മനസ്സിലായി. അങ്ങനെ ഒരു കുറച്ചിങ്ങനെ കുറച്ചുകൂടെ ബ്രെയിനാണ് കയറും.
മേഡം അത് പറഞ്ഞു തരുമ്പോ നമുക്കത് പറഞ്ഞോണ്ടും കൂടെ എഴുതുമ്പോ നമുക്ക് അതിനെ കുറിച്ചൊരു അറിവ് കിട്ടൂലേ? ശരിയാ. ഓക്കെ, നമുക്ക് നോട്ട് ചെയ്യാം. നാളെ ഓക്കെ, റെഗുലറും ഇറഗുലറും. ദെൻ പിന്നെ ഞാൻ പറഞ്ഞ പോലെ റൊട്ടീൻ എഴുതിയിട്ട് വരാം. അതുപോലെ തന്നെ പിന്നെ സിമ്പിൾ പ്രസന്റ് ടെൻസ് വെച്ച് നമ്മൾ യൂസ് ചെയ്യുന്നത് യൂണിവേഴ്സൽ ട്രൂത്ത് പറയാനും പിന്നെ ഫിക്സഡ് പ്രോഗ്രാംസ് പറയാനും, അത്രയേ ഉള്ളൂ. ഓക്കെ, അപ്പൊ ഈ റൊട്ടീൻ എഴുതുമ്പോ അതിന്റെ കൂട്ടത്തില് വേണമെങ്കിൽ നമുക്ക് ഈ യൂണിവേഴ്സൽ ട്രൂത്തും ഒരു ഫിക്സഡ് പ്രോഗ്രാമും കൂടെ ആഡ് ചെയ്യാം. അപ്പൊ ഒറ്റ ഒരു എസ്സേയിൽ തന്നെ നമുക്ക് ഈ സിമ്പിൾ പ്രസന്റ് ടെൻസ് കംപ്ലീറ്റ് ചെയ്യാം. ഓക്കെ, ക്ലിയർ ആണോ? എന്തോ ചോദിച്ചാണോ? ക്ലിയർ ആണെന്നല്ലേ പറഞ്ഞത്? ക്ലിയർ ആണെന്നാ പറഞ്ഞത്. ഓക്കെ, പിന്നെ ഒരു കാര്യം, ഇപ്പൊ നിങ്ങൾ എഴുതുന്ന എസ്സേയില് നമ്മൾ നേരത്തെ പഠിച്ച ഒരു പൊസിഷനൊക്കെ വരും. അപ്പൊ അതും നന്നായിട്ട് മിസ്റ്റേക്സ് ഒന്നും ഇല്ലാതെ മാക്സിമം എഴുതാൻ നോക്കാം. പ്രൊപ്പോസിഷൻ മിക്കതിലും വരാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, അത് പറഞ്ഞ് ടെൻഷൻ അടിച്ച് എഴുതണ്ട, കൂളായിട്ട് എഴുതാം. നല്ല രീതിയിൽ എല്ലാവരും ചെയ്യണം കേട്ടോ. എന്റെ റിക്വസ്റ്റാ, റിക്വസ്റ്റ് ആയിട്ട് എങ്ങനെയാണ് നിങ്ങൾക്ക് എഴുതാം. എല്ലാവരും എഴുതിയിട്ട് വരണം, എല്ലാവരും നാളെ പ്രസന്റ് ചെയ്യണം. ഓക്കെ, ഞാൻ പറഞ്ഞല്ലോ സ്പീഡിലൊന്നും ഞാൻ ക്ലാസ് എടുത്ത് പോകില്ല. കാരണം എടുക്കുന്ന പോർഷൻ നിങ്ങൾക്ക് മനസ്സിലാക്കണം, നിങ്ങൾ പഠിക്കണം. എന്നാൽ മാത്രം നമുക്ക് അടുപ്പിൽ പോയിട്ട് കാര്യമുള്ളൂ. വെറുതെ ഞാൻ ഓക്കെ സിമ്പിൾ പ്രസന്റ് ടെൻസ് കഴിഞ്ഞു, നമുക്ക് അടുത്ത ടെൻസിലേക്ക് പോവാം എന്ന് പറഞ്ഞ് എനിക്ക് പോകാമായിരുന്നു അല്ലെ? അങ്ങനെ പോയിരുന്നെങ്കിൽ നിങ്ങൾക്ക് ഈ ഇപ്പോ എക്സ്പ്ലെയിൻ ചെയ്തവർക്ക് അത് എക്സ്പ്ലെയിൻ ചെയ്തപ്പോ കുറച്ചുകൂടെ ക്ലാരിറ്റി വന്നു. ഓക്കെ, അതിലൂടെ നിങ്ങൾക്ക് ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. നിങ്ങൾ പോലും അറിയാതെ നിങ്ങൾ മാറുന്നുണ്ട്. ഓക്കെ, അത് എന്താന്ന് വെച്ചാൽ കൂടുതൽ നിങ്ങൾ പഠിക്കുന്നു, നിങ്ങൾക്ക് കോൺഫിഡൻസ് ലെവൽ വരുന്നുണ്ട്, നിങ്ങൾക്ക് അത്യാവശ്യം കുറച്ച് ചേഞ്ചസ് വരുന്നുണ്ട്, നിങ്ങൾക്ക് എക്സാമ്പിൾസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്, ഇംഗ്ലീഷ് കുറച്ചുകൂടെ ഹാൻഡിൽ ചെയ്യാനായിട്ട് പറ്റുന്നു എന്നൊരു വിശ്വാസം നിങ്ങൾക്ക് വന്നിട്ടുണ്ട് അല്ലേ? വന്നിട്ടുണ്ട്. അതൊക്കെ ഞാൻ വെറുതെ പറയുന്നതല്ല കേട്ടോ, എനിക്ക് അങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ അതെല്ലാം നമുക്ക് ഈ ക്ലാസ്സിൽ ആവശ്യമാണ്. അതുപോലെ ലാംഗ്വേജ് പഠിക്കുമ്പോൾ ഇതെല്ലാം ആവശ്യമാണ്. തിയറി പഠിപ്പിക്കാനാണെങ്കിൽ എനിക്ക് പഠിപ്പിക്കാം, ഇതുപോലെ നോട്ട് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാല് ഇപ്പോ ഈ നോട്ടില് ടെൻസ് എല്ലാ ടെൻസും ഉണ്ട്. ഇത് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് പറയാം ടെൻസ് കഴിഞ്ഞു എന്ന് പറയാം. ഇതിൽ പ്രസന്റ് ടെൻസ് കംപ്ലീറ്റ് ആ, ടെൻസ് കംപ്ലീറ്റ് ആയി എന്ന് പറയാലോ. അതല്ല നമുക്ക് വേണ്ടത്. പഠിക്കുന്ന കാര്യങ്ങൾ മനസ്സിലാക്കി വ്യക്തതയോടെ ക്ലാരിറ്റിയോടെ പഠിക്കാം. അങ്ങനെ പഠിച്ചാല് നമ്മൾ ഒരിക്കലും മറക്കില്ല. നിങ്ങൾക്ക് വേറൊരു ഇംഗ്ലീഷ് കോഴ്സിന് ചേരേണ്ട ആവശ്യം വരില്ല. ഓക്കെ, അപ്പൊ ആ രീതിയിൽ പഠിച്ചിട്ട് പോകും. ഓക്കെ അല്ലേ? ഓക്കെ, അപ്പൊ ഓക്കെ ആണ്. നാളത്തെ കാര്യങ്ങളെല്ലാം അറിയാം. ക്ലിയർ? ഇനി വേറെ എന്തെങ്കിലും നിങ്ങൾക്ക് പറയാനുണ്ടോ? ചുമ്മാ വർത്തമാനം പറഞ്ഞിരിക്കാം. എന്തെങ്കിലും പറയാനുണ്ടോ? ഒന്നുമില്ല? ഒന്നും പറയാനില്ല? എന്തെങ്കിലും പറയൂ. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖാണോ? ഞാൻ എന്തായാലും ചോദിക്കാം. നിങ്ങൾക്ക് എങ്ങനെയുണ്ട് ക്ലാസ്? നല്ല ക്ലാസ് ആണെന്ന് പറയും. ക്ലാസ് ഇൻട്രസ്റ്റിംഗ് ആണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ചേഞ്ചസ് ഫീൽ ചെയ്യുന്നുണ്ടോ ഇപ്പോ ഈ കോഴ്സിൽ ചേർന്നതിന് ശേഷം? എന്തെങ്കിലും ഈ ക്ലാസ് നിങ്ങൾക്ക് എന്തെങ്കിലും ബെനിഫിറ്റ്സ് ഉണ്ടോ ഇംഗ്ലീഷ് ക്ലാസ് കൊണ്ട്? ഇല്ല. എക്സാമ്പിൾ എന്താണ്? നമ്മൾ എണീക്കുമ്പോ എക്സാം I wake up at 7 o'clock, 7 AM അല്ലെങ്കിൽ 7 o'clock in the morning എന്ന് പറയാം. Then I prepare my breakfast and then I have my lunch. പിന്നെന്താ എന്തൊക്കെയാ പറയാ? Then I do my all things, prepare my get ready for office. I'm going to office. I'm going പറയുന്നത് I goes to office എന്ന് പറയണം. Goes അല്ല I go, sorry. Okay, ആ രീതിയിൽ ചുമ്മാ ഇങ്ങനെ പറയാം.
നമ്മൾ ചെയ്യുന്ന കാര്യം. ഇപ്പൊ മലയാളത്തിൽ പറയുകയാണെങ്കിൽ ഞാൻ രാവിലെ എണീക്കുന്നു, ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നു, പിന്നെന്താ ബ്രേക്ക്ഫാസ്റ്റ് അല്ല, ഞാൻ ബ്രഷ് ചെയ്യുന്നു, ബ്രഷ് ടീത്ത് അതൊക്കെ പറയാൻ കഴിയും. ബ്രഷ് ചെയ്യുന്നു, ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നു, കുട്ടികളെ റെഡിയാക്കുന്നു, ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നു, then I go to office, then I attend my class എന്നൊക്കെ പറയാം. അതിനുശേഷം ഞാൻ ബുക്ക് വായിക്കുന്നു, ഞാൻ എന്റെ പ്രയറും കാര്യങ്ങളൊക്കെ ചെയ്യുന്നു, then പിന്നെന്താ ലഞ്ച് കഴിക്കുന്നു. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇതൊക്കെയോ നമ്മുടെ ലൈഫിലുള്ളതാണ്. കുറച്ചുകൂടെ പെരുപ്പിച്ചാണ് പറയാം. ഞാൻ അങ്ങനെ ചെയ്യും, ഞാൻ ഇങ്ങനെ ചെയ്യും, ഇല്ലാത്ത കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാം. ഓക്കെ, യെസ്. അപ്പൊ ആ രീതിയിൽ നാളെ എഴുതിയിട്ട് വരാം. ക്ലാസ് ബോറടിച്ചോ എന്ന് പ്രത്യേകിച്ച് ഞാനൊന്നും പറഞ്ഞില്ല. എന്തോ പുതിയ കാര്യങ്ങളോ അല്ലെങ്കിൽ പുതിയ നോട്ട്സോ ഒന്നും ഞാൻ പറഞ്ഞില്ല, നിങ്ങളോട് എക്സ്പ്ലെയിൻ ചെയ്തേ ഉള്ളൂ. സോ കുറച്ചു പേർക്കെങ്കിലും ബോറടിച്ചിട്ടുണ്ടാകാം, അതുകൊണ്ടാണ് സ്ട്രെങ്ത് വളരെയധികം കുറഞ്ഞു പോയത്. ക്ലാസ് പ്രതീക്ഷിച്ച് വന്നവർക്ക് അത് ബുദ്ധിമുട്ടായിട്ടുണ്ടാകാം. ബോറടിച്ചില്ല മാം. ആണോ? ഓക്കെ. പൊതുവെ ഇംഗ്ലീഷ് ക്ലാസ് എങ്ങനെയായിരിക്കും കേട്ടോ. ക്ലാസ് എപ്പോഴും ക്ലാസ് ഉണ്ടാവണമെന്നില്ല, കാരണം തിയറീസ് മാത്രം ഞാൻ ഫോക്കസ് ചെയ്യുന്നില്ലെന്ന് ഞാൻ പറഞ്ഞു. ഓക്കെ, അപ്പോ ക്ലാസ് മാത്രം പ്രതീക്ഷിച്ച് വരുന്നവർക്ക് ഇത്തിരി ബോറിംഗ് ആയിരിക്കാം. ഓക്കെ, അപ്പോ ഇത് പക്ഷേ ഞാൻ പറയുന്ന കാര്യങ്ങൾ മാക്സിമം അത് യൂട്ടിലൈസ് ചെയ്യുന്നവർക്ക് യൂസ് ചെയ്യുന്നവർക്ക് കുറച്ചുകൂടി എന്താണ് അത്യാവശ്യം ചേഞ്ചസ് ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. ഉണ്ടാകാൻ ചാൻസ് അല്ല, ഉണ്ടാകും. ഓക്കെ, അത് കോഴ്സ് കഴിയുമ്പോൾ അത് ഫീൽ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, സോ നാളെ നോട്ട്സ് ചെയ്താൽ നന്നായിട്ട് പ്രസന്റ് ചെയ്യാൻ നോക്കാം. നിങ്ങൾ ചെയ്യുന്ന പോലെ സ്വയം നിങ്ങൾ ഒരാളോട് പറയുന്ന പോലെ അത് എന്നോട് പ്രസന്റ് ചെയ്യാം. നോക്കി വായിക്കാതെ പ്രസന്റ് ചെയ്യാൻ നോക്കാം. ഓക്കെ, ഇംഗ്ലീഷിലാണ്, മലയാളത്തിലല്ല. മറക്കരുത് കേട്ടോ. ഇംഗ്ലീഷില് നിങ്ങൾ പറയുന്ന പോലെ, നിങ്ങൾ നിങ്ങളുടെ റൊട്ടീൻ പറയുന്ന പോലെ, ഒരാളോട് പറയുന്ന പോലെ ബുക്കിൽ നോക്കാതെ കോൺഫിഡൻസ് ആയിട്ട് നല്ല ഫ്ലോയില് നല്ല കറക്റ്റ് പ്രൊണൗൺസിയേഷനില് ടോണൊക്കെ മാറ്റി ഒന്ന് സംസാരിക്കാം. ഓക്കെ, ആദ്യം ടെൻഷൻ ഉണ്ടാകും, എന്നോട് പറയാൻ ടെൻഷൻ ഉണ്ടാകും. ആ ടെൻഷൻ മാറണമെങ്കിൽ നിങ്ങൾ നോട്ട്സ് എഴുതിയിട്ട് നിങ്ങൾ സ്വയം ഒരുപാട് പ്രാവശ്യം പ്രാക്ടീസ് ചെയ്യുക, പറഞ്ഞ് പ്രാക്ടീസ് ചെയ്യുക. അതിൽ ടോണിൽ ചേഞ്ചസ് വരുത്താം, പ്രൊണൗൺസിയേഷൻ കറക്റ്റ് ആണോ നോക്കാം, അതെല്ലാം ചെക്ക് ചെയ്ത് എല്ലാം കറക്റ്റ് ചെയ്ത് ഒരു മിററിന് മുന്നിലോ എവിടെയൊക്കെ പോയിട്ട് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യാം. പറയുന്ന പോലെ ക്ലാസ്സിൽ എങ്ങനെയാണോ പറയുന്നത് ആ രീതി പ്രാക്ടീസ് ചെയ്യാൻ നോക്കാം. ദെൻ നാളെ ക്ലാസ്സിൽ വരുമ്പോൾ പ്രസന്റ് ചെയ്താൽ നിങ്ങൾക്ക് തന്നെ ഒരു ഞാൻ തന്നെയാണോ പറയുന്നേ എന്ന് തോന്നും. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഓക്കെ അല്ലേ? എന്താ ഒന്നും ഇണ്ടാതെ? ഓക്കെ ആണ്. ഓക്കെ ആണ്, യെസ്. ദെൻ പിന്നെന്താ പറയാ? ഇതിലൊക്കെ പറയൂ നിങ്ങള്. ഒന്നും ചോദിക്കാനോ പറയാനൊന്നും ഇല്ലേ? റസിയ ഒന്നുമില്ല, സൈലന്റ് ആണല്ലോ. ഹലോ മിസ്സേ, ഒന്നുമില്ല, ഞാൻ എല്ലാം കേട്ടോണ്ടിരിക്കുന്നു. ഓക്കെ, ഒന്നും ചോദിക്കാനില്ല, പറയാനില്ല. നിങ്ങൾ എല്ലാവരും എങ്ങനെയാ, ഫ്രണ്ട്സ് ആണോ ക്ലാസ്സില്? നോമ്പായ കാരണം ഒരു പില്ലോ എടുത്ത് എവിടെയെങ്കിലും ഒന്ന് ചാരി ഇരിക്കുക, ലാപ്പ് എടുക്കുക, ക്ലാസ് കാണുക. അത്ര നോമ്പല്ലായിരുന്നെങ്കിൽ ബൈക്ക് ആക്റ്റീവ് വരുന്നത്. ഓക്കെ റസിയ, നോമ്പിന്റെ കാര്യം ഞാൻ ഇടയ്ക്ക് വിട്ടുപോകും, അതുകൊണ്ടാണ്. സോറി. ഓക്കെ, ഞാൻ മിക്കപ്പോഴും അതെ അത് ഞാൻ എന്താ യൂസ്ഡ് ആയി. ഇപ്പോ ബ്രേക്ക്ഫാസ്റ്റ് അത് ചോദിച്ചു യൂസ്ഡ് ആണ്. എല്ലാ ക്ലാസ്സിലും ഇത് തന്നെയാ പണി. അപ്പൊ നോമ്പാണെന്ന് എല്ലാവരും തിരിച്ചു പറയും, പക്ഷെ ഞാനത് ഓർക്കാറില്ല. അത് ഓർക്കാണ്ട് ഓൾറെഡി അത് വരുന്ന കാര്യമാണ്. ഓക്കെ, സോ ഉണ്ടാവും. എല്ലാവരും ഫ്രണ്ട്സ് ആണ്. ഓക്കെ, എപ്പോഴും കണക്റ്റഡ് ആയിട്ടിരിക്കുക. അത് പ്രത്യേകിച്ച് ഇംഗ്ലീഷ് ക്ലാസ്സിൽ കണക്റ്റഡ് ആയിട്ടിരുന്നാല് നിങ്ങൾക്ക് ലാംഗ്വേജ് ഇത് ഇംപ്രൂവ് ചെയ്യാൻ കുറച്ചുകൂടി ഹെൽപ്പ് ചെയ്യും. ഓക്കെ, സോ വൈൻഡപ്പ് ചെയ്യാം നമുക്ക്. ഓക്കെ, എന്തോ താങ്ക് യു ആണോ പറഞ്ഞേ? ഓക്കെ മിസ്, സീ യു ലേറ്റർ, ബൈ നൗ ഇതാ പറഞ്ഞേ. ഓക്കെ, എന്റെ പ്ലേസ് എറണാകുളത്താണ്. എറണാകുളം.
എറണാകുളത്ത് എവിടെയാണ് മാം? എറണാകുളം നോർത്ത് പറയും. എറണാകുളത്താണോ? അല്ല, എറണാകുളത്ത് മാസത്തിൽ വരാറുണ്ട് അമൃതയില്. അമൃതയിലോ? ഓ, അവിടെ ദൂരമുണ്ട്. ഇടുക്കിന്ന് വരുന്നത്. ആണോ? ഓക്കെ ഓക്കെ ഓക്കെ. ഓക്കെ. So let's find out today's class. Okay, thank you all, and see you on tomorrow. Okay, bye. താങ്ക് യു മാം. താങ്ക് യു മാം.